ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ സ്കിന്നിന് കളർ കിട്ടുന്നതിനും ബ്രൈറ്റ് ആവുന്നതിനും ഒക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു 8 ആൻറ്റി ഓക്സിഡൻസിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ, ഞാൻ ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏജിങ് പ്രോസസ്സിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നീട്ടിക്കൊണ്ടാവാൻ പറ്റും. അതുപോലെ തന്നെ സണ്ണിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ഡാമേജ്, അതുപോലെ നമ്മുടെ മെറ്റബോളിസം മൂലം നമ്മൾക്ക് വരുന്ന ഫ്രീ റാഡിക്കൽസ് മൂലം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന സെൽസിൻ്റെ ഡാമേജും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, പിന്നെ സ്കിന്നിൽ വരുന്ന ചുളിവുകൾ, അതുപോലെ തന്നെ ഡിസ്കളറേഷൻ തുടങ്ങി വാർദ്ധക്യ ലക്ഷണങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതിനെ തടഞ്ഞു നിർത്തുന്നതിനും അതുപോലെ തന്നെ സ്ഥിരമായി നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഓവർകം ചെയ്യുന്നതിനും സാധിക്കുന്ന 8 ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസിനാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഏതൊക്കെയെന്ന് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ആൻറ്റി ഓക്സിഡൻസ് കുർക്കുമിനാണ്. രണ്ടാമത്തേത് വൈറ്റമിൻ എ ആണ്. മൂന്നാമത്തേത് കാറ്റ്കിനാണ്. നാലാമത്തേത് ഫ്ലേവനോയിഡ്സ്. അഞ്ചാമത്തേത് റൂസ്വെറട്രോൾ എന്നും പറഞ്ഞൊരു പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്. പിന്നെ വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ വൈറ്റമിൻ സി, പിന്നെ ലൈക്കോബിൻ തുടങ്ങി 8 പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഈ ഓരോ ആൻറ്റി ഓക്സിഡൻസും ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ കുർക്കുമിൻ എടുക്കാം. ധാരാളമായിട്ട് മഞ്ഞളിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത് അല്ലേ. മഞ്ഞൾ എന്ന് പറയുമ്പോൾ ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി വൈറലാണ്, ആൻറ്റി ഫംഗലാണ്. പിന്നെ മാത്രമല്ല ഇൻഫ്ലമേഷൻ, നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ, ഇച്ചിങ്, ഇതെല്ലാം പോകുന്നതോടൊപ്പം തന്നെ UV റേസിൻ്റെ ആ റേഡിയേഷൻ മൂലമുണ്ടാകുന്ന സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ചെറുത്ത് നിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ഗ്ലോ കിട്ടുന്നതിനും അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും നമുക്ക് നിത്യേന ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മഞ്ഞൾ, കുർക്കുമിൻ കേട്ടോ. ഇതാണ് ആദ്യത്തെ പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ്. പിന്നെ രണ്ടാമത്തത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന സ്കാർസും പിഗ്മെൻറ്റേഷനും അതുപോലെ സ്കിൻ ഡാമേജ്, സെൽസ് ഡാമേജ്, ഇതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് മൂലം വരുന്ന ഡാമേജുകൾ, അതിലെല്ലാത്തിലും ഉപരി കോളേജിനെ ബൂസ്റ്റ് ചെയ്യാനും വൈറ്റമിൻ എ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നട്ട്സിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആനിമൽ സോഴ്സിലും നമുക്ക് കിട്ടും, പിന്നെ പ്ലാന്റ് സോഴ്സിലും നമുക്ക് വൈറ്റമിൻ എ ധാരാളമായിട്ട് കിട്ടും അല്ലേ. ആനിമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആനിമൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ലിവർ, എഗ് യോക്ക്, അതുപോലെ പാലുൽപ്പന്നങ്ങളിലെല്ലാം ധാരാളമായിട്ട് വൈറ്റമിൻ എ ഉണ്ട്. പിന്നെ പ്ലാന്റിൽ നിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരറ്റ്, നമ്മുടെ മാംഗോ, അതുപോലെ പപ്പായ, മധുരക്കിഴങ്ങ്, ഇലക്കറികൾ, നല്ല പച്ച നിറത്തിലുള്ള വെജിറ്റബിൾസും, ഇതിലെല്ലാത്തിലും വൈറ്റമിൻ എ എല്ലാം ധാരാളമായിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ അടങ്ങിയ ഈ ഫുഡുകളെല്ലാം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കണം. ഓക്കെ, അതാണ് അടുത്ത എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്ത മൂന്നാമതായിട്ട് ഉള്ള പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കാറ്റ്കിൻ കേട്ടോ. ഇത് പിന്നെ നമുക്കറിയാലോ, നമ്മുടെ ഗ്രീൻ ടീ, അതുപോലെ കോഫി, ചായ, ഡാർക്ക് ചോക്ലേറ്റ്, ഇതിലെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കും. അതുപോലെ സ്കിൻ ഡാമേജ്, ഞാനീ പറയുന്ന എല്ലാ ആൻറ്റി ഓക്സിഡൻസിൻ്റെയും മെയിനായിട്ടുള്ള ഗുണം അതാണ്. സ്കിൻ ഡാമേജ് തടുക്കുന്നു, അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആവുന്നു. പിന്നെ ഈ കാറ്റ്കിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറിനെ ചെറുത്ത് നിർത്താനുള്ള കഴിവും ഈ കാറ്റ്കിനുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു എടുത്തു പറയാനുള്ള പ്രത്യേകത. അപ്പോൾ നമ്മളിതും നമ്മുടെ പിന്നെ ഫുഡിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അടുത്തത് ഫ്ലേവനോയിഡ്സ് ആണ്. ഫ്ലേവനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇത്
പിന്നെ ഇതുപോലെ തന്നെ സൺ ഡാമേജിനെ തടുക്കുന്നതിനും പിന്നെ ഈ ആഗിന് അതുപോലെ പിമ്പിൾസ് ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നം പൊല്യൂഷൻ മൂലം നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിന്നെ അന്തരീക്ഷ മലിനീകരണം മൂലം നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒത്തിരി പിന്നെ ഇൻഫെക്ഷൻസ്, മുഖക്കുരു, അതുപോലെ വലിയ വലിയ പിമ്പിൾസ്, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിനെല്ലാത്തിനും നമുക്കൊരു പിന്നെ ഇതിന് വരാതിരിക്കാനുള്ള പ്രിക്കോഷന് നമ്മുടെ ഈ ഫ്ലേവനോയിഡ്സ് വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ വൈറ്റ് ടീയിൽ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ വൈറ്റ് ടീ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിച്ചിരി കോസ്റ്റ്ലി ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ബെറീസിൽ ധാരാളമുണ്ട്, റെഡ് ക്യാബേജിൽ ധാരാളമുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ ഗ്രീൻ വെജിറ്റബിൾസ്, അതുപോലെ ഇലക്കറികൾ, ഇതിലെല്ലാത്തിലും ഒനിയൻ, ഇതിലെല്ലാത്തിലും ധാരാളമായിട്ട് ഇത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഫുഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാനീ പറഞ്ഞു. ഇനി ഉള്ളത് എന്താണെന്ന് വൈറ്റമിൻ സിയെ സംബന്ധിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതിന് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെ കോളേജിനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുപ്പം നിലനിർത്തുക, അതായത് നമ്മുടെ ഏജിങ് സയൻസിനെല്ലാം നമ്മുടെ വാർദ്ധക്യ ലക്ഷണങ്ങളെ തടഞ്ഞു നിർത്താൻ, സ്കിന്നിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് വരാതിരിക്കുന്നതിനും സ്കിൻ ടോൺ നന്നാവുന്നതിനും അതോടൊപ്പം തന്നെ സൺ ഡാമേജിനെ ചെറുക്കുന്നതിനും എല്ലാത്തിനും വൈറ്റമിൻ സി വളരെ നമുക്ക് ഗുണപ്രദമാണ്. ഇപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പുളിയുള്ള എല്ലാ പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും എല്ലാം ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ നാരങ്ങയാണെങ്കിലും അതുപോലെ പുളിയുള്ള എല്ലാം, പിന്നെ അതുപോലെ വെജിറ്റബിൾസ്, പിന്നെ ഇലക്കറികൾ, ഇതിലെല്ലാത്തിലും വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ. അപ്പോൾ ധാരാളമായിട്ട് വൈറ്റമിൻ സി കിട്ടുന്ന ഭക്ഷണം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കണം. ഓക്കെ. അടുത്ത ആൻറ്റി ഓക്സിഡൻ്റ് ആണ് റെസ്വെറിട്രോൾ എന്നും പറഞ്ഞ് ഒന്ന് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പിന്നെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതിന് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ സ്കിന്നിൽ റിപ്പയർ കേട്ടോ, സെൽസിൽ വരുന്ന റിപ്പയറൊക്കെ തീർക്കുന്നതിനും ഈ ആൻറ്റി ഓക്സിഡൻ്റ് ഏറ്റവും ആവശ്യമാണ്. ഇത് റെഡ് വൈനിൽ ധാരാളം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ റെഡ് ആയിട്ടുള്ള മുന്തിരി, ചുമന്ന മുന്തിരി, അങ്ങനെയുള്ളതിലൊക്കെ ധാരാളമായിട്ട് ഇതടങ്ങിയിട്ടുണ്ട്. പിന്നെ പൊല്യൂഷൻ മൂലം നമ്മുടെ ഉണ്ടാവുന്ന അങ്ങനെയുള്ള ആ ഫ്രീ റാഡിക്കൽസ് ഒക്കെ വരുന്നതിനൊക്കെ തടുക്കുന്നതിന് ഇത് നല്ലതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയെ സംബന്ധിച്ച് നമുക്കറിയാലോ, സ്കിന്നിന് ഈർപ്പം നിലനിർത്തുന്നതിനും സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതിനും സെൽസിന് ഹെൽത്ത് ആരോഗ്യം ഉണ്ടാവുന്നതിനും സ്കിൻ ഗ്ലോ കിട്ടുന്നതിനും സ്മൂത്ത് ആവുന്നതിനും എന്ന് വേണ്ട നമ്മുടെ ഒട്ടുമിക്ക എല്ലാ നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾക്കും എല്ലാം നമുക്ക് പിന്നെ വരാതിരിക്കുന്നതിന് ആവശ്യമായ ഒന്നാണ് അല്ലേ വൈറ്റമിൻ ഇ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഇ നമ്മൾ നട്ട്സ്, പിന്നെ വെജിറ്റബിൾ ഓയിൽസ്, സ്പിനച്ച്, പങ്കിൻ സീഡ്സ്, പെപ്പർ, നമ്മുടെ റെഡ് പെപ്പർ, അതുപോലെ മാങ്ങ, അവോക്കാഡോ തുടങ്ങിയ ഒത്തിരി നമുക്ക് വൈറ്റമിൻ ഇ കിട്ടുന്ന ഫുഡ് നമുക്ക് തിരഞ്ഞെടുത്ത് കഴിക്കാം കേട്ടോ. പിന്നെ അടുത്തത് ഏറ്റവും ലാസ്റ്റായിട്ട് ലൈക്കോബിൻ ആണ്. ലൈക്കോബിൻ പിന്നെ UV റേസിനെ തടുക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ കോളേജിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും പിന്നെ കൂടാതെ സ്കിൻ ഗ്ലോ കിട്ടുന്നതിനും കളറ് നിലനിർത്തുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. ഏറ്റവും നല്ലത് തക്കാളി അല്ലേ. തക്കാളിയാണ് ഏറ്റവും അതിന് നമുക്ക് ഉപയോഗിക്കാവുന്നത്. അതുപോലെ കളറുള്ള പഴങ്ങളും പച്ചക്കറികളിലും എല്ലാം ലൈക്കോബിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ 8 മെയിനായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. എന്തിനാണെന്നോ, സ്കിൻ കളർ കിട്ടുന്നതിനും ഗ്ലോ കിട്ടുന്നതിനും ഹെൽത്തി ആയിരിക്കുന്നതിനും. ഓക്കെ. അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.